ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ്. ഹരിതകർമ്മസേനയുടെ മാലിന്യ സംസ്കരണം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ. ഏകദേശം 14 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ മാലിന്യ സംസ്കരണം സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യ സംഭരണം നടക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മികച്ച പ്രവർത്തനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് പെരിന്തൽമണ്ണയിലാണ്. ആത്മാർത്ഥതയോടെ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേന തന്നെയാണ് ഈ നഗരസഭയുടെ ഏറ്റവും വലിയ വിജയം. മാലിന്യ സംസ്കരണ രംഗത്തെ പെരിന്തൽമണ്ണ മോഡൽ കേരളം ചർച്ച ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ഒന്നിച്ച് ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ പെരിന്തൽമണ്ണയിലെ മാലിന്യ സംസ്കരണം മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി മാറി. ഇത്തരമൊരു പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് മാലിന്യമുക്തം നവകേരളം ജില്ലാതല ശില്പശാല പെരിന്തൽമണ്ണ നഗരസഭയുടെ ഹരിതകർമ്മസേന അക്കാദമി സെൻറ്ററിൽ സംഘടിപ്പിക്കാൻ കാരണമായത്. ജില്ലയിലെ ബ്ലോക്കുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. പല കമ്പോസ്റ്റുകളും പല മറ്റു പേരുകളിൽ നിന്ന കുറെ സാധനങ്ങൾ കെട്ടിടങ്ങളായിട്ടാണ് അതൊക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്തിനേയും നമ്മൾ ഇന്ന് അത് സ്വീകരിച്ചോളാം എന്ന് തീരുമാനിക്കും. അത് സ്വീകരിക്കാൻ പാടില്ല. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഭവം ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം അതാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്നതിനപ്പുറത്തേക്ക് കാലങ്ങളോളം നിൽക്കുന്ന ഒരു സംവിധാനമായി അതിനെ മാറ്റിയെടുക്കുക എന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക്. അതായത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്ക് വേണ്ടത് വളരെ പ്രധാനമാണ്. വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി, മാലിന്യമുക്തം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, ജനകീയാസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആതിര എ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി, ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പങ്കെടുത്തവർക്കായി നടന്ന ക്ലാസുകൾ നയിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നടന്ന ശില്പശാലയും പരിശീലനവും പങ്കെടുത്തവർക്ക് വേറിട്ട അനുഭവമായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് വൻ നേട്ടം കൈവരിച്ചത് അഭിമാനത്തോടെയാണ് കാണുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാവുന്ന വിധത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് മാലിന്യ സംഭരണവും നടക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതിലൂടെ നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണമാണ് എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വെച്ച് ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ അക്കാദമിക് സെൻ്ററായിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെ മാറ്റുമെന്ന് തീരുമാനിച്ചിരുന്നത്. അത് ജില്ലാ മിഷൻ ആദ്യത്തെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇത്തരമൊരു ക്യാമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പര്യാപ്തമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയാം. നമ്മൾ മാലിന്യ സംസ്കരണമൊക്കെ നടത്തുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മളെ ജില്ലയിലെ മുഴുവൻ ഓഫീഷ്യൽസും വന്നു ചേരുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് കാണുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തന രംഗത്ത് നഗരസഭ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഘട്ടമായ പ്രവർത്തനത്തിലാണ് നഗരസഭ. മാലിന്യ സംസ്കരണ രംഗത്ത് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ് നമ്മളെ മാലിന്യമുക്ത നവകേരളം. അതിൽ 1ാം ഘട്ടം ഫലപ്രദമായി നടപ്പാക്കി 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ അഭിമാനമുണ്ട്. പ്രതിദിനം 6 ടൺ അജൈവ മാലിന്യവും 5 ടൺ ജൈവ മാലിന്യവും സംസ്കരിക്കുന്ന നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ലോകബാങ്ക് സഹായത്തോടെ KSWMP പദ്ധതിയിൽ 22 ലക്ഷം രൂപ ചെലവഴിച്ച് വെയിങ് ബ്രിഡ്ജ്,
ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ച് 9,20,000 രൂപ ചെലവിൽ തുമ്പൂർമൊഴി എയറോബിക് ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ്, 28 ലക്ഷം രൂപ ചെലവിൽ ബയോ പാർക്ക് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. 64,24,500 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബയോശക്തി പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗപ്പെടുത്തിയാണ് MCFന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മാലിന്യമുക്തം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി പറഞ്ഞു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ള കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ മാലിന്യ മുക്ത മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ശില്പശാലയുടെ 2ാം ദിവസം ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. എന്തായാലും ഈ കേന്ദ്രം എന്നുള്ളത്, ഈ സംസ്കരണശാല എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു സംവിധാനമാണ് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മാലിന്യ സംസ്കരണ സംഭരണ കേന്ദ്രത്തിൽ വിപുലീകരിച്ച RRFൽ കൺവെയർ ബെൽറ്റ്, ഷ്രെഡിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് ബെയിലിംഗ് മെഷീൻ എന്നിവ ഉടൻ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സർക്കാരിൻ്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ പെരിന്തൽമണ്ണയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എല്ലാവരുടെയും സഹകരണമാണ് MCFനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കേന്ദ്രമാക്കി മാറ്റിയതെന്നും നഗരസഭാ സെക്രട്ടറി മിത്രൻജി പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇന്നിപ്പോൾ 2 ദിവസത്തെ മലപ്പുറം ജില്ലയിലെ ജില്ലാ മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ശില്പശാലയുടെ 2ാം ദിവസത്തെ പരിപാടിയാണ് ഇന്നിപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വെച്ച് നടക്കുന്നത്. മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് പെരിന്തൽമണ്ണ നഗരസഭയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പാഠങ്ങളാക്കി അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്ന ഒരു പ്രവർത്തനമാണ് ജില്ലാ മിഷൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 14 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം നഗരസഭാ ഭരണസമിതിയുടെ ഏകോപനത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ മാലിന്യ സംസ്കരണത്തോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ പറഞ്ഞു. ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് പെരിന്തൽമണ്ണ ഈ രംഗത്ത് വൻ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാലിന്യ സംസ്കരണത്തിൻ്റെ എല്ലാ ഉപാധികളും പൂർണ്ണമാക്കുകയാണ് നഗരസഭാ കൗൺസിലിൻ്റെ ലക്ഷ്യം. ഇന്ന് കേരളത്തിലെ ആദ്യത്തെ ഒരേ ഒരു ബയോശക്തി പ്ലാന്റ്, അതായത് ജൈവവളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്ലാന്റ് ഇന്ന് സംസ്ഥാനത്ത് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലാണ്. അതുപോലെ തന്നെ വിൻഡ്രോ കമ്പോസ്റ്റ്, പ്രതിദിനം 3 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ്, അതുപോലെ തന്നെ 5 ടൺ മാലിന്യം ഡെയിലി സെഗ്രിഗേഷൻ ചെയ്യാൻ കഴിയുന്ന വലിയ MCFകൾ, MCM കിട്ടുന്ന മെറ്റീരിയൽ റിക്കവറി ആക്കാൻ വേണ്ടി RRFകൾ, അതുപോലെ തന്നെ വിൻഡ്രോ കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ഇതൊരു അക്കാഡമിക് സെൻ്ററായിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള അഹോരാത്രമായ പ്രയത്നമാണ് കൗൺസിലിൻ്റെ ഭാഗത്തുള്ളത്. ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രമുള്ളതല്ല, നടപ്പാക്കാൻ കൂടിയുള്ളതാണെന്ന് പെരിന്തൽമണ്ണ നഗരസഭ തെളിയിച്ചിരിക്കുകയാണെന്ന് ഹരിതകർമ്മസേന കോർഡിനേറ്ററും കൗൺസിലറുമായ P. സന്തോഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് പെരിന്തൽമണ്ണ നഗരസഭയുടേത്. തീർച്ചയായിട്ടും ആശയങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമുള്ളതല്ല, അത് നടപ്പിലാക്കാൻ കൂടി ഉള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 82 ഹരിതകർമ്മസേന അംഗങ്ങളും 10-15 കണ്ടിൻജൻറ്റ് സ്റ്റാഫുകളും ആരോഗ്യ വിഭാഗവും HSൻ്റെ നേതൃത്വത്തിലുള്ള ജൂനിയർ JHIമാർ വരെയുള്ള ആരോഗ്യ സംവിധാനവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെയാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമല്ല നാട്ടുകാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് MCFൻ്റെയും ഹരിതകർമ്മസേനയുടെയും പ്രവർത്തനം. നഗരസഭാ ചെയർമാൻ P. ഷാജി, വൈസ് ചെയർപേഴ്സൺ A. നസീറ ടീച്ചർ, മറ്റു സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം മേൽനോട്ടം ഉള്ളതുകൊണ്ടും അവരുടെ എല്ലാം കൃത്യമായ നിർദ്ദേശമുള്ളതുകൊണ്ടും ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭയിലെ ശുചിത്വ കർമ്മസേന
ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തി വരുന്നത്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഈ മാലിന്യ സംസ്കരണവും കേരളത്തിന് തന്നെയല്ല, ഇന്ത്യക്ക് തന്നെയല്ല, ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്ന ഒരു ചരിത്രം ഭാവിയിൽ അങ്ങനെ ഒരു വാർത്ത കൂടി നമ്മൾ അറിയാൻ പോവുകയാണ്. അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ തന്നെ നേരിട്ടെത്തിയത്. ഏതായാലും ഇത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ സംസ്കരണത്തിനായി എന്ത് ചെയ്യുന്നു എന്നാണ്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10 ന്യൂസ്, പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് generations. Bypass Road, Perindalmanna.